അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വുളൂ ചെയ്യുന്ന സമയത്ത് സഹോദരിമാർ തലമറക്കൽ നിർബന്ധമാണോ? അതല്ല സുന്നത്താണോ? തലമറച്ചില്ലെങ്കിൽ അവരുടെ വുളൂ ശരിയാവാതിരിക്കുമോ? ഇത്തരം സംശയങ്ങൾ സഹോദരിമാർ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് വുളൂഇൽ തല മുഴുവൻ തടവൽ സുന്നത്താണ് എന്ന കാര്യം പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നു, വുളൂഇൽ തലമറക്കൽ സുന്നത്തല്ലേ, അല്ലെങ്കിൽ നിർബന്ധമില്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ തലമുടി വെളിവാക്കുക? തലമുടി വെളിവാക്കിയാലല്ലേ തല മുഴുവൻ തടവാൻ പറ്റുകയുള്ളൂ? ഈ ചോദ്യം പല പ്രാവശ്യം കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി പറയാൻ ഉദ്ദേശിച്ചത്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഔറത്ത് എന്നത് സ്ത്രീകൾക്ക് പലതരത്തിലാണ്. നിസ്കരിക്കുമ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലമാണെന്ന് നമുക്കറിയാം. അതായത് മുഖം, മുൻകൈ എന്നിവ കണ്ടാൽ കുഴപ്പമില്ല, ബാക്കിയുള്ള മുഴുവൻ ഭാഗവും നിർബന്ധമായും മറച്ചിരിക്കണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അന്യപുരുഷന്മാരുടെ മുന്നിലാണെങ്കിൽ ശരീരം മുഴുവനും ഔറത്താണ്. തനിച്ചിരിക്കുമ്പോഴോ, അതായത് വിസർജന സ്ഥലത്തിരിക്കുകയാണ്, ബാത്റൂമിലാണ്, അല്ലെങ്കിൽ റൂമിൽ ഒറ്റക്ക് വാതിലടച്ചിരിക്കുകയാണ്, ഈ സമയത്ത് സ്ത്രീകളുടെ ഔറത്ത്, അതായത് നിർബന്ധമായും മറക്കേണ്ടത് അവരുടെ പൊക്കിൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗമാണ്. ആ ഭാഗം നിർബന്ധമായും മറക്കണം. ആവശ്യമില്ലാതെ ആ ഭാഗം ഒരിക്കലും വെളിവാകാൻ പാടില്ല എന്നതാണ്. അത്യാവശ്യ കാര്യത്തിനാണെങ്കിൽ കുളിക്കുമ്പോൾ, അതുപോലെ തന്നെ വിസർജന ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യമായിട്ട് വരുമ്പോൾ മാത്രം നേരത്തെ പറഞ്ഞ ഭാഗം വെളിവാകാം. അല്ലാതെ തലമുടി വെളിവായതുകൊണ്ടോ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതല്ലാത്ത മറ്റു ഭാഗങ്ങൾ വെളിവായതുകൊണ്ടോ അവർക്ക് കുറ്റം കിട്ടുന്നില്ല, ഹറാമും ആകുന്നില്ല. ഇനി നമ്മുടെ വുളൂഇലേക്ക് വരാം. വുളൂ സംബന്ധമായി ഔറത്തിനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഖിബ്ലക്ക് മുന്നിടൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു സുന്നത്തുമാണത്. വുളൂ ചെയ്യുന്ന സമയത്ത് ഖിബ്ലക്ക് തിരിയൽ സുന്നത്താണ്. വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. മുഖം കഴുകുമ്പോൾ മുകളിൽ നിന്ന് കഴുകൽ സുന്നത്താണ്. ഇങ്ങനെ തുടങ്ങി വുളൂഉമായി ബന്ധപ്പെട്ട ധാരാളം സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും ഔറത്തുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടില്ല. നിസ്കാരത്തിൽ ഔറത്ത് മറക്കൽ ഷർത്താണ്. എന്നാൽ വുളൂഇൽ ഔറത്ത് മറക്കൽ ഷർത്തല്ല. എന്നിരുന്നാലും ഒറ്റക്ക് വുളൂ ചെയ്യുന്ന സമയം, അതായത് ബാത്റൂമിൽ അല്ലെങ്കിൽ വുളൂഇന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലം, അവിടെ അന്യപുരുഷന്മാരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർബന്ധമായ ഔറത്ത് ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഭാഗം നിർബന്ധമായി മറക്കണം. തലമുടി വെളിവാക്കാൻ പറ്റുമോ? തലമുടി വെളിവാക്കൽ അനിവാര്യ ഘട്ടത്തിലാണെങ്കിൽ വെളിവാക്കണം. കുളിക്കുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായ ഭാഗം കഴുകുന്നതിന് വേണ്ടി നമ്മുടെ ഔറത്തിൻ്റെ പല ഭാഗവും നമ്മൾ വെളിവാക്കുന്നു. കാരണം കുളി എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ വെള്ളം എത്തിക്കലാണ്. അപ്പോൾ എല്ലാ ഭാഗവും വെള്ളം എത്തിക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തെയും ഔറത്തിനെ നാം കുറച്ചു നേരമെങ്കിലും വെളിവാക്കുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. അതുപോലെ വുളൂ ചെയ്യുന്ന സമയം വുളൂഇൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് തല മുഴുവൻ തടവുക എന്നത്. ഒറ്റക്ക് വുളൂ എടുക്കുന്ന ഒരു സ്ത്രീ അവളുടെ തലമുടി മുഴുവൻ തടവുക എന്ന സുന്നത്ത് കിട്ടാൻ വേണ്ടി തലമുടി വെളിവാക്കേണ്ടി വരും. അത് വെളിവാക്കുന്നത് കൊണ്ട് വുളൂഇൻ്റെ പൂർണ്ണതക്ക് കോട്ടം തട്ടുകയില്ല എന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുന്നത്ത് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തലമുടി മറക്കേണ്ടേ, പിന്നെ എങ്ങനെയാണ് തല മുഴുവൻ തടവുക എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അന്യപുരുഷന്മാർ കാണുന്ന
ഓപ്പൺ ഏരിയയിലാണ് നാം ഉളു ചെയ്യുന്നതെങ്കിൽ അവിടെ നാം തലമുടി വെളിവാക്കരുത്. അവിടെ വെളിവാക്കരുത് എന്ന് പറഞ്ഞത് ഉളുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല, മറിച്ച് അവിടെ ഔറത്ത് ശരീരം മുഴുവനുമാണ്. അന്യപുരുഷന്മാർ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ തലമുടി വെളിവാക്കാതെ തന്നെയാണ് ഉളു എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ സുന്നത്ത് ലഭിക്കുക? അതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകൾ നമുക്ക് മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലപ്പാവ് ധരിച്ചുകൊണ്ട് തന്നെ, അഴിക്കാതെ തന്നെ ഉളു എടുത്ത ചില ഹദീസുകൾ കാണാം. അതെങ്ങനെയാണ്? നിർബന്ധമായ ഭാഗം ആദ്യം തടവും. നിർബന്ധമായ ഭാഗം എന്ന് പറയുമ്പോൾ ഉളുയിൽ ഏറെക്കുറെ നമുക്ക് നിർബന്ധമായ ഭാഗം തടവി എന്ന് ഉറപ്പുവരുത്താൻ തലയുടെ മൂർധാവിൻ്റെ ഭാഗത്തേക്ക് കൈ എത്തിച്ചുകൊണ്ട് തടവുക. എന്നാലാണ് ഏറെക്കുറെ നമുക്ക് നിർബന്ധമായ ഭാഗം തടവി എന്ന് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ തട്ടം കുറച്ച് ഉയർത്തിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലപ്പാവ് ഉയർത്തിക്കൊണ്ടാണ് ചെയ്തത്. അങ്ങനെ നിർബന്ധമായ ഭാഗം തടവിയതിന് ശേഷം തലപ്പാവിൻ്റെ മുകളിലൂടെ ഈ കൈ ഇങ്ങനെ ചലിപ്പിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. ഇതുപോലെ തട്ടം കുറച്ച് ഉയർത്തിക്കൊണ്ട് ഉൾഭാഗം തടവുകയും അതിനുശേഷം നനവുള്ള കൈ കൊണ്ട് തട്ടത്തിൻ്റെ മുകളിലൂടെ ചെറുതായി ഇങ്ങനെ തടവി കൊടുക്കുകയും ചെയ്താൽ തല മുഴുവൻ തടവിയ കൂലി നമുക്ക് കിട്ടുന്നതാണ്. ഇത് എപ്പോഴാണ്? തലപ്പാവ് അല്ലെങ്കിൽ ഈ തട്ടം ഊരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. എന്നാൽ ഒറ്റക്കാകുന്ന സമയത്ത്, അന്യപുരുഷന്മാർ ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് തട്ടം ഊരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവിടെ പൂർണ്ണമായും ആ സുന്നത്ത് എടുക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് അറിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനും അമലുകൾ സ്വഹീഹാക്കാനും പരമാവധി സുന്നത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.